യു ആർ ആസ്കിങ് ഫോർ എ സൊല്യൂഷൻ. യു ആർ ആസ്കിങ് ഫോർ എ സൊല്യൂഷൻ. നമ്മൾ റിയലിസ്റ്റുകളാണ്. അപ്പം എനിക്ക് പറയാൻ കഴിയുന്നത് എന്താ, ഏറ്റവും ചെറിയ രീതിയിൽ ഇത് ഗ്രൈൻഡ് ചെയ്തില്ല, എലി നെറ്റ് ഗ്രൈൻഡ് ചെയ്യുന്നത് പോലെ, വല ഗ്രൈൻഡ് ചെയ്യുന്നത് പോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക എന്നുള്ളൊരു സാധനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം വല വളരെ വലുതായതുകൊണ്ടും എലികൾ വളരെ കുറവായതുകൊണ്ടും ഈ ഗ്രൈൻഡിങ് നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ എന്ന് വെച്ച് ഈ ഗ്രൈൻഡ് ചെയ്യുന്നത് നമ്മളെ കുറ്റപ്പെടുത്താനോ നമ്മൾ സ്വയം നമ്മൾ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് പറയാനോ കഴിയില്ല. കാരണം എനിക്ക് തോന്നുന്നു പല തലങ്ങളിലുള്ള മാറ്റം വഴിയാണ് ഇത്തരത്തിലുള്ള റിലീജിയസിറ്റിയിൽ നിന്ന് സമൂഹം രക്ഷപ്പെടുന്നത്. അത് സയൻസിൽ, ചിലപ്പോൾ സാമൂഹ്യ രംഗത്തുള്ള ലെജിസ്ലേഷൻസ്, ഭരണഘടന, ഈ പറഞ്ഞ സയൻസിന്റെ പ്രചരണം, രാഷ്ട്രീയം, ഒരുപാട് കാര്യങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് സമൂഹം കൂടുതൽ സെക്കുലറും കൂടുതൽ സയന്റിഫിക്കും ആവുന്നത്. അത് പെട്ടെന്നൊരു ഇതുകൊണ്ട് ഒരു ചെറിയൊരു സമയപരിധിയിൽ ഒരു വലിയ നേട്ടം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ, അങ്ങനെ പ്രതീക്ഷയുടെ പരിപാടി തുടങ്ങേണ്ട കാര്യമില്ല, ജീവിക്കേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് നമ്മൾ ചെയ്യാൻ കറക്റ്റ് കാര്യമാണെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുക. അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാനതെപ്പോഴും പറയുന്നത് എന്തറിയോ, യെസ് ഐ അണ്ടർസ്റ്റാൻഡ്. ഞാൻ ഒരിക്കലും ഈ ഔട്ട്റേജിയസ് ആയിട്ടുള്ള അങ്ങനെ ചെയ്യരുത്, ഞാനിതൊന്നും ചെയ്യാത്ത ആളാ. പക്ഷെ ഞാൻ ഒരാളുടെയും പറയാറില്ല നിങ്ങൾ അങ്ങനെ ആയിരിക്കണം. ഇപ്പോൾ പ്രാർത്ഥന ഞാൻ എഴുന്നേക്കാറില്ല, ഞാൻ ഇരിക്കാറുണ്ട്. എവിടെ നിങ്ങൾ പരിപാടികൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കറിയാം പലർക്കും അത് പറ്റില്ല. അവരെ നോക്കി കളിയാക്കാനോ അപമാനിക്കാനോ ഒന്നും ഞാൻ തയ്യാറല്ല. കാരണം ഓരോ വ്യക്തിയും ചില പവർ ഇക്വേഷൻസ് ഉണ്ട്. ആ പവർ ഇക്വേഷൻസ് അനുസരിച്ചായിരിക്കും ആളുകൾ ഒരു പർട്ടിക്കുലർ കോണ്ടസ്റ്റിൽ പെരുമാറുന്നത്. നമ്മളെങ്ങനെയാണ് അവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ എളുപ്പമാണ്. നീ എന്തിനാണ് ഏത്തീസ്റ്റ് ആയിട്ട് അങ്ങനെ അതിൻ്റെ കൂടെ കൂടിയെന്ന് ചോദിക്കുമ്പോൾ അവൻ പിന്നെ പറയുന്ന വേറെ കുറേ ഫയൽസ് ആണ് കാണിക്കുന്നത്. ആ ഫയൽസ് നോക്കുമ്പോൾ അവൻ്റെ കാര്യം വളരെ മോശമാണ്. സോ അതിനങ്ങനെ ഒരു ഈസി ആൻസർ ഇല്ല. നിങ്ങൾ ഓരോരുത്തരും സ്വന്തമായി ശക്തിപ്പെടുക, ശാക്തീകരണം നടത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തിരിഞ്ഞു നിൽക്കാൻ പറ്റൂ. ഫിനാൻസ്, ഓഫ് കോഴ്സ് ഫിനാൻസ് മാത്രം മതിയോ? ഇവിടെയും വേണം. സ്വാഭാവികമായിട്ട് അത് പോപ്പുലർ അല്ലാത്തതുകൊണ്ട് തന്നെയാണ് ആളുകൾ നമ്മളെ അവഗണിക്കുന്നത്. അത് തന്നെയാണ് എൻ്റെ കാര്യം. പോപ്പുലർ അല്ല എന്ന് പറയാൻ ജനകീയമല്ല. നിരീശ്വരവാദം ഒരിക്കലും പോപ്പുലർ ആയിട്ടുള്ള സാധനമല്ല. അതൊക്കെ ഭയങ്കര ഈ പറഞ്ഞോണം അത്രയൊക്കെ ഒരുപാട് പേപ്പറുകൾ കിട്ടിയെങ്കിൽ മാത്രമേ ആ ഒരു ലെവലിലേക്ക് പോകാൻ പറ്റൂ. അത് എളുപ്പമല്ല. പിന്നെ മറ്റേത് ഇരവാദമുണ്ട്, ആളുകളെ വൈകാരികമായി ചൂഷണം. ഐ ഹാവ് നോ ഈസി ആൻസർ. ഓക്കെ, ഐ ഹാവ് നോ ഈസി ആൻസർ. ഓക്കെ, ഞാൻ മനസ്സിലാക്കുന്നത് എത്രമാത്രം ഒരു പ്രസക്തി ഉണ്ട് എന്നുള്ളത്. ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ നമ്മൾ രാഷ്ട്രീയം, ഇപ്പോൾ ഉദാഹരണമായിട്ട് രാഷ്ട്രീയ പാർട്ടിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ നിരീശ്വരവാദ സംഘടനകൾ ഉണ്ടാക്കിയാൽ തന്നെ ഭയങ്കര വിഷയങ്ങളാണ്. പിന്നാണ് രാഷ്ട്രീയ പാർട്ടി. അപ്പം മൊത്തത്തിൽ അൺചെയിനാണ്. നമുക്ക് ഒരെണ്ണത്തിനകത്ത് കൂട്ടിക്കെട്ടാൻ പറ്റാത്ത ഒരു ഗ്രൂപ്പ് കൂടിയാണ് അവിശ്വാസികൾ. ലൈക്ക് പൂച്ചകളെ പോലെയാണ്. പൂച്ചകളെ ഒരുമിച്ച് കൂട്ടുക വലിയ ബുദ്ധിമുട്ടാണ്. എലികളെ എല്ലാം ഒരുമിച്ച് കൂട്ടാൻ കുറച്ച് ധാന്യം വെച്ചാൽ മതി, അവർ വരും. പൂച്ചകൾ അങ്ങനെയല്ല. നമ്മളെല്ലാം സ്വയം ഒരു പ്രസ്ഥാനമാണെന്നും ഒരു സംഭവമാണെന്നും ചിന്തിക്കുന്ന മനുഷ്യരാണ് എല്ലാവരും. വി തിങ്ക് വി ആർ എൻ ഐലൻഡ്, നമ്മൾ പരമാധികാരികളാണ്. വി ബോസ് അവർ സെൽസ്. സോ ഐ തിങ്ക് അതുകൊണ്ടൊരു വലിയൊരു കളക്റ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഇതിനെതിരെയാണ് പലപ്പോഴും നമ്മൾ ഈ ലിറ്റ്മസ് ഒക്കെ പോലെയുള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. അന്നേരമാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത്. അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു മൈനോറിറ്റി ആയിട്ട്, അവഗണിക്കാൻ കഴിയുന്ന ഒരു ന്യൂനപക്ഷമായിട്ട് നിരന്തരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആയാൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചോദ്യം ഉണ്ടായപ്പോൾ അങ്ങനെ ആയാൽ പോരാന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ ഒരു സാങ്കത്യം. ഇപ്പം എനിക്കിപ്പോൾ പബ്ലിക്കായിട്ട് എഴുതാനോ അല്ലെങ്കിൽ ചാനലുകളിലൊക്കെ പോകാൻ ഈസിയാണ്. പക്ഷെ ഞാൻ ഈ ഒരു സാധനം വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ സ്വീകാര്യത കുറയും. അതാണ് ഒരു പ്രശ്നം. കാരണം ഈ ഒരു മാനേജ്മെന്റ് അംഗീകരിക്കത്തില്ല, ചാനൽ മാനേജ്മെന്റുകാർ അംഗീകരിക്കത്തില്ല, പത്രക്കാർ അംഗീകരിക്കില്ല. ഇതാണ് പ്രശ്നം. നിങ്ങൾക്ക് രണ്ടുകൂടെ ഒരുമിച്ച് പറ്റത്തില്ല. ഈ സാധനമായിട്ട് അകത്ത് കിടക്കാൻ പറ്റില്ല. ഈ സാധനം ഒരു ദിവസം ഞാനൊരു ചാനലിൽ ചെന്നിരുന്ന ഐ എം എ ബ്ലഡി എത്തീസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം ദിവസം അവർ പറയും അവനെ വിളിക്കേണ്ടെന്ന് പറയും. നമ്മൾ ചെയ്യുന്ന ഒരു ദിവസം കിട്ടുന്ന സമയത്ത് അത് ചെയ്യാന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ബുദ്ധനെ എറിഞ്ഞ കല്ലിന് പകരം ഗീതയുടെ മാഹാത്മ്യമാണ് എഴുതുന്നതെങ്കിൽ കിട്ടുന്ന സ്വീകാര്യത വ്യത്യാസമായിരിക്കും. ബുദ്ധനെ എറിഞ്ഞ കല്ലെന്ന് എഴുതുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് എൻ്റെ വ്യത്യാസം. അത് നമുക്കറിയില്ലേ. ഇതൊരു ഈസി ക്വസ്റ്റ്യൻ, സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. ബിക്കോസ് നിരീശ്വരവാദം എന്ന് പറയുന്ന സംഗതി ഇറ്റ്സ് നോട്ട് പോപ്പുലർ, ഇറ്റ്സ് നോട്ട് അക്സെപ്റ്റബിൾ ടു മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ. സോ വെൻ അങ്ങനെ ഒരു ഇത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വീകാര്യതയും ഒക്കെ കുറയും. അത് കുറഞ്ഞ സ്വീകാര്യതയിൽ നിന്ന് പിടിച്ചു കയറാൻ തയ്യാറായിട്ടുള്ളവരാണ് ഇതിനകത്ത് നിൽക്കേണ്ടത്. ഇറ്റ്സ് എ ഫൈറ്റ്. ഒരുപക്ഷെ അടുത്ത തലമുറയ്ക്ക് ഇതൊരു പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും.
വിശ്വാസിയാണോ അവിശ്വാസിയാണോ, മതം ഫോളോ ചെയ്യുന്നവനാണോ അല്ലാത്തവനാണോ എന്ന വീടുകളിലും കുടുംബങ്ങളിലും ഓഫീസുകളിലും പൊതുവേദികളിലും ഒന്നും ഒരു പ്രശ്നമല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ സമൂഹം കുതിക്കുന്നുണ്ടാവും. നമ്മൾ അറിയുന്നുണ്ടാവില്ല. ആ ഒരു വെളിച്ചം ഉണ്ടാവും. നമ്മളൊരു ടണലിനുള്ളിലാണ്, നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഒറ്റ വെട്ട് മതിയായിരിക്കും അപ്പുറം ചെല്ലാൻ, നമുക്കറിയില്ല എത്ര വെട്ട് വേണ്ടി വരും. നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ വെട്ടിക്കൊണ്ടേയിരിക്കുക. ഇറ്റ്സ് എ പ്രോസസ്, ദാറ്റ്സ് ഓൺലി. നിങ്ങളിങ്ങനെ ചോദ്യം ചോദിച്ചാൽ എനിക്ക് പെട്ടെന്നൊരു ഉത്തരം പറയാൻ പറ്റില്ല. അത് എൻ്റെ ഒരു കുഴപ്പം കൂടിയല്ല. അത്